എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തൊട്ട് മുമ്പത്തെ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, കണ്ണൂർ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിവാഹം നടന്നു. ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ഒരുപാട് വിവാദമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയും ആ പയ്യനും കൂടി വന്നിട്ട് ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഈ റിയാക്ഷൻ വീഡിയോ അതിനെതിരെ ചെയ്ത എല്ലാ യൂട്യൂബേഴ്സിനെതിരെയും കേസ് ഫയൽ ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ആ വീഡിയോ സ്റ്റോപ്പ് ആക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി എനിക്കും പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ആ ലൈവ് മുഴുവനായിട്ട് കണ്ടിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നേരത്തെ പറയുന്നത് സത്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിലെ ലാബിൽ നിന്ന് പരിചയപ്പെട്ടാണ്, അങ്ങനെ സ്നേഹത്തിലായതാണ്. നമ്മളതിനെ തുടർന്നിട്ട് സ്നേഹത്തിൽ നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കല്യാണം നേരി മുന്നോട്ടേക്ക് പോയത്. അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യണമെന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല. രണ്ട് വീട്ടിലും പോയിട്ട് പെരുന്നാളിന് ശേഷം രണ്ട് വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഇടക്കാണ് ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരേണ്ടി വന്നതും എല്ലാം പെട്ടെന്ന് തരും. അതാണ് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നല്ല. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 27 നിങ്ങൾ എൻ്റെ ഒപ്പം വരുന്നത്. നമ്മൾ എന്നിട്ട് വേറെ എവിടെയും പോയില്ല, നേരെ വളവാട്ടണം സ്റ്റേഷനിൽ പോയി അവിടെ SIനെ കണ്ട് സംസാരിച്ചപ്പം പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം കല്യാണം കഴിക്കാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്ക്, എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, അവിടുന്ന് വീട്ടുകാരെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഇപ്പോൾ ഇൻ്റർകാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളതും നമ്മൾ കുറേ അന്വേഷിച്ച് എവിടെ നിന്നാണ് കാസ്റ്റ് മാറാണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളോ. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ കോഴിക്കോട് ആര്യ സമാജത്തിലെത്തി. അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ നാടെത്തിയിട്ട് അന്വേഷിച്ചപ്പോൾ എന്ന് പറഞ്ഞത് അവിടെ ഇപ്പോൾ കാസ്റ്റ് മാറിയാൽ കൈവേഗം മാരേജ് ചെയ്ത് കൊടുക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടതുകൊണ്ട് അങ്ങനെ ഇതാക്കിയേ പറ്റും. അങ്ങനെ ഇത് അവിടെ എത്തിയപ്പോൾ അത് നടക്കില്ല എന്നുള്ളതിൽ അവിടെ നിന്നുള്ള ഒരു ചങ്ങായിമാരെ വിളിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെ അവിടെ ഒരു കോഴിക്കോട് പാളയ റോഡിൽ ഒരു വൈരാഗി മഠം എന്ന് പറഞ്ഞൊരു മഠം ഇത് കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ ആകുമ്പോൾ കാസ്റ്റ് മാറണ്ട, രണ്ടാൾ കാസ്റ്റ് തന്നെ കഴിക്കാം. അവിടെ ഇങ്ങനെ ഏത് കാസ്റ്റുള്ളവർക്കാരും പ്രൊഫഷനുള്ളൊരു മഠ നമ്പരല്ല. അപ്പം അതും കുറേ ആൾക്കാർ വ്യാജ ഇതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇതാക്കുന്നത്. നമ്മളെ നാട്ടിലെ മുത്തപ്പൻ്റെ എല്ലാം അമ്മ മഠം പോലെ ഏത് ജാതിക്കാർക്കും മതക്കാർക്കും വരാനും ഇതാക്കാനും പറ്റുന്ന ഒരു മഠാണത്. ചടങ്ങുണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. നമുക്കറിയില്ല, ഇങ്ങനെയുള്ള ചടങ്ങുകൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് അതൊന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അല്ലെങ്കിൽ 45 ദിവസവും മറ്റോ ഇത് നോട്ടീസ് ബോർഡിൽ ഇടണം. അങ്ങനെയുള്ള ഒരു വിഷയം ഉള്ളതുകൊണ്ട് വേറെ രജിസ്റ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ തീരുമാനം ആക്കി തരാന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ നടത്തിയത്. പിന്നെ നടത്തിയിട്ട് നിങ്ങളെല്ലാവരും ആ ഒരു രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ അതിനകത്ത് നിൽക്കാവുന്നുള്ള ലെവലിലും അവിടുന്ന് അമ്പലത്തിൽ നിന്ന് കൈപിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹിന്ദു ആചാരപ്രകാരം നടത്തുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്ക് അറിയില്ല. നമുക്കെല്ലാം അറിയുന്ന ആൾക്കാർക്ക് ആ മഠത്തിനെ കുറിച്ച് അന്വേഷിച്ച് അവിടെ എല്ലാവർക്കും പ്രൊഫഷനുള്ള സ്ഥലമാണ്. അല്ലാണ്ട് നിങ്ങളെ കാസ്റ്റ് മാറ്റാൻ നിന്നിട്ട് ഞാൻ കൊണ്ടിട്ട് മാറാൻ നിന്നിട്ട് നമ്മളെണ്ടാളും ഒന്ന് വിശ്വസിക്കുന്ന മതത്തിൽ തന്നെയാണ് നമ്മളെണ്ടാളുള്ളത്. പിന്നെ അവിടുന്ന് കോർപ്പറേഷൻ തന്നെ, കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ 1-ാം തീയതിയാണ് കല്യാണം കഴിക്കുന്നത്. 1-ാം തീയതി കഴിച്ചിട്ട് അവിടെ നിന്നുള്ള കോർപ്പറേഷൻ തന്നെ നമ്മൾ ഈ മഠത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി അന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് 5-ാം തീയതി കിട്ടീന്. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് 5-ാം തീയതി കിട്ടീന്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ രാത്രി വളവാട്ടം സ്റ്റേഷനിൽ എത്തിന് 1-ാം തീയതി. അങ്ങനെ അവിടുന്ന് നമ്മളെ വീട്ടുകാരെ വിളിച്ച് എല്ലാവരും വന്ന് കാര്യങ്ങൾ സംസാരിച്ച് ആരും ഒന്നും മോശമായിട്ടൊന്നും ഉള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടുണ്ടായില്ല. എല്ലാവരും കൂടെ വന്ന എല്ലാവർക്കും എന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചിന്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇവളെ ഇതിൽ മിസ്സിംഗ് കേസ് ചക്രക്കല്ലിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഇവിടെ വീട്ടുകാർ ആദ്യം. അപ്പോൾ ഇവൾ അന്ന് എൻ്റെ അപ്പുറം വിട്ടിട്ടുണ്ടായിട്ട ഇവിടെ പോലീസുകാരെ ഇതിലുണ്ടായതന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മജിസ്ട്രേറ്റിൻ്റെ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ രണ്ടാളെ അന്നെ വിളിച്ചായിരുന്നു, ഇവിടെ വീട്ടുകാരും വിളിച്ചായിരുന്നു. ഇവിടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. അങ്ങനെ മജിസ്ട്രേറ്റിനൊക്കെ പോയിട്ട് ഇവിടെ എൻ്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വിട്ടതാണ്. അപ്പം അന്ന് തൊട്ടിട്ട് കുറേ പ്രശ്നങ്ങളാണ്. നമുക്ക് നാട്ടിൽ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒളിവിലിരിക്കുന്ന പോലെയുള്ള റൂമിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിട്ടുള്ളത്. ആരോ ഒരാൾ ഒരു വാട്സപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇവർ 2 കല്യാണം കഴിച്ചതാണ്. ആ ഒരു ഓഡിയോ പിന്നെ 2 മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം കല്യാണം കഴിച്ചതാണ്. നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം. അപ്പോൾ കുറേ ആൾക്ക് മനസ്സിലാവും. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഈ മഠത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ വേറെ കാസ്റ്റ് മാറാൻ ഇതാക്കാനോ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനോ നിന്നിട്ടൊന്നുമില്ല. എന്നെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ പറഞ്ഞില്ല, എനിക്ക് ഹിന്ദുക്കളെക്കാട്ടിയും കൂടുതൽ മുസ്ലിംസ് ഫ്രണ്ട്സ് തന്നെ ഉള്ളത്. നമ്മളൊന്നും ആ രീതിയിൽ അങ്ങനെ നമ്മൾ വയ്യാമ്പല ഞാൻ ജനിച്ചത് നമ്മളൊരു അങ്ങനെ ഒരു രീതിയിൽ വളർന്നു വന്നത്. നമുക്കൊന്നൊരു മതത്തിൻ്റെ പേരിലൊന്നും ഒരു ആരും നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല. എന്നെയും ഇതുവരെ എൻ്റെ ചങ്ങായിമാർ അങ്ങനെ ആക്കിയിട്ടില്ല. ഇതിലാണെങ്കിൽ പരിപാടിക്കാണെങ്കിൽ അവർ വീട്ടിലുള്ള പരിപാടിക്കാണെങ്കിൽ ഞാനും പോകും, അവർ തിരിച്ചു ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആ ഒരു ഓഡിയോനെ വെച്ചിട്ട് ആ ഒരു ഓഡിയോനെ മാത്രം വിശ്വസിച്ചിട്ട് എന്താണെന്ന് കൂടി അന്വേഷിക്കാണ്ട് കുറേ ആൾക്കാർ അതിനുള്ള വീഡിയോ വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കല്യാണം കഴിച്ചെന്നെല്ലാം പറയാം. എൻ്റെ ഞങ്ങൾക്ക് 45 വയസ്സായി എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് വയ്ക്കാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും മനസ്സിലാവും.
പിന്നെ വീട്ടിൽ ഞാൻ കുറെ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് പറയുന്നത്, ഞാൻ ഒന്നും എടുക്കാണ്ട വന്നത്. അത് പറഞ്ഞേ, അത് വണ്ടിക്കില് ഞാൻ ഇത് കേട്ടപാട് ഒരു യൂട്യൂബ് വ്ലോഗിൽ ഒരാൾ പറയുന്നുണ്ട് ഇവിടെ എന്തെല്ലാം സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാ വന്നേന്ന്. ഒന്നും എടുത്തിട്ടില്ല വരുമ്പോ. പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി 14 എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. ആ സമയത്ത് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല. പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല, കുറെ പ്രശ്നമെല്ലാം ഉണ്ടായിന്. എനിക്ക് ലാസ്റ്റ് കഴിഞ്ഞ 20 ഇറങ്ങുന്നതിന്റെ തലേന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും, മെസ്സേജ് പറ്റും, എന്തായാലും നോക്കിയേ പറ്റുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. അപ്പോൾ ഇങ്ങനെയല്ലാന്ന് കുറെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സംസാരിക്കാൻ വേറെ ആരും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊന്നും വേണ്ടിയിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും, മെസ്സേജ് പറ്റും, എന്തായാലും നോക്കിയേ പറ്റുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. അപ്പോൾ ഇങ്ങനെയല്ലാന്ന് കുറെ കാര്യങ്ങൾ നമുക്കിത് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ വേറെ ആരും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആൾക്കാരും ഇത് യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ചാൽ തിരിയും. ഞാനിപ്പോൾ ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് നിയമപരമായിട്ടുള്ളൊരു മാരേജ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ 2 കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കുന്ന ആരും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാന്ന് ഇങ്ങനെ പറയുന്ന 2 ഭാര്യമാരുണ്ട്, 2 കുട്ടികളുണ്ട്. എന്നാലും ഇപ്പം ലാസ്റ്റ് ഞാൻ ഇപ്പം അടുത്തുകൊണ്ട് 2 കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ ആരെങ്കിലും മുന്നോട്ടേക്ക് വരണ്ടേ? ഞാൻ കല്യാണം കഴിച്ച ആരെങ്കിലും മുന്നോട്ടേക്ക് വരണം അവിടുന്ന്. അപ്പോൾ ഇത് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുന്നോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തത്. എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മളിനിപ്പോൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്ത അവരെല്ലാം നമ്മൾ എന്തായാലും പെറ്റീഷൻ കൊടുക്കും, മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നത് വെച്ചാൽ ഇനി. അപ്പോൾ ഇതാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല, നമ്മൾ രണ്ടാളും കൂടി എടുത്ത തീരുമാനം, നമ്മൾ രണ്ടാളും കൂടിയാണ് ഇതാക്കിയത്. ഇതിനകത്ത് കുറച്ച് ആൾക്കാർ വന്നിന് എന്നാന്നും, പക്ഷേങ്കിൽ ഒന്നിനും ഇല്ലാത്ത കുറേ ചങ്ങായിമാർ ഇതിനകത്ത് ഇൻവോൾവ് ആയി എന്നുള്ള രീതിയിൽ അവർക്കും അല്ലാണ്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട്. അവരാരും ഇപ്പോൾ നമ്മൾ എന്നോടൊന്നും മിണ്ടുന്നില്ല, എല്ലാ തെറ്റിദ്ധാരണേൻ്റെ പേരിലാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, അപ്പോൾ അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരെവിടെയാണ് ഇരിക്കുന്നതെന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ മുമ്പത്തെ വീഡിയോസിൽ ഒരുപാട് പേര് പറഞ്ഞ ഒരു വോയിസ് വന്ന കാര്യമെന്ന് വെച്ചാൽ അതായത് ആ പയ്യൻ 2 കല്യാണം കഴിച്ചതിന് ശേഷമാണ് പെൺകുട്ടിയെ കല്യാണം കഴിച്ചതെന്നായിരുന്നു. അപ്പോൾ ആ പയ്യൻ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എവിടെയും കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് മാരേജ് രജിസ്റ്റർ ചെയ്യുന്നത്. 1-ാം തീയതി 5-ാം തീയതി ആയപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി. അപ്പോൾ ഈ 2 മാരേജ് ചെയ്ത ആൾക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതും ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ പറയുന്നു, അവസാനം പറയുന്നു ഈ വീഡിയോ ചെയ്തവരുടെ പേരിൽ. അപ്പോൾ നമ്മുടെ ആദ്യം ഈ വീഡിയോ വന്ന ചാനലിലെ ആൾ പറയുന്നുണ്ട്, ഈ വിഷയത്തെപ്പറ്റി ആരും ചർച്ച ചെയ്യാതിരിക്കണമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ പ്രണയവും വിവാഹവും എല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ്, വ്യക്തി താല്പര്യമാണ്. പക്ഷേ ഇതെന്തുകൊണ്ട് ഇത്രയും ആളുകളിലേക്ക് എത്തപ്പെട്ടു എന്ന് പറയുന്നത് 2 കാസ്റ്റ് എന്നുള്ള ഒരു കണ്ടന്റ് മാത്രമാണ്, ഇന്റർ കാസ്റ്റ് മാരേജ്, അതുകൊണ്ട് മാത്രമാണ്. അപ്പം അതിൽ പറയുന്നു അതൊരു ക്ഷേത്രമല്ല, അതൊരു മഠമാണ്. മഠത്തിൻ്റെ മുന്നിൽ വെച്ച് 2 രീതിയിൽ വിവാഹം കഴിച്ചിരുന്നു. ആദ്യം കുട്ടിയെ നിക്കാഹ് കഴിച്ചു കൊടുത്തിരുന്നു അവിടെ വെച്ച്, അതുപോലെ തന്നെ മാല ഇടുകയും ചെയ്തിരുന്നു, താലി കെട്ടുകയും ചെയ്തിരുന്നു. അതെങ്ങനെ കുട്ടിയുടെ പിതാവ് ഇല്ലാതെ എങ്ങനെ ഒരു നിക്കാഹ് നടക്കും എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടു പോയ പക്ഷം കുട്ടിയുടെ സഹോദരൻ അല്ലെങ്കിൽ ആ സ്ഥാനം വഹിക്കുന്ന ആരെങ്കിലും നിക്കാഹ് ചെയ്താൽ മാത്രമേ അത് നിക്കാഹ് ആവുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ മഠത്തിൽ അത് ചെയ്യുന്നു എന്ന് അറിയില്ല. അപ്പോൾ ആരും ഇല്ലാത്തവർക്ക് നിക്കാഹ് ചെയ്യണമല്ലോ, ആ ഒരു രീതിയിൽ ചെയ്തതും ആയിരിക്കാം. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് പിന്നെ അവസാനം പറയുന്നു ഇപ്പോൾ അവരെ വീട്ടിൽ കയറ്റുന്നില്ല. എന്തുകൊണ്ട് അവരെ 2 പേരുടെയും വീട്ടിൽ, ശരി പെൺകുട്ടിയുടെ വീട്ടിൽ കയറ്റുന്നില്ല, ആ പയ്യൻ്റെ വീട്ടിൽ എന്തുകൊണ്ട് കയറ്റുന്നില്ല? അതാണ് ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് അവരുടെ വീട്ടിൽ കയറ്റുന്നില്ല, എന്താണ് പ്രശ്നം? അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ആ വീട്ടിൽ പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വന്നു, സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരെ വീട്ടിൽ കയറ്റുന്നില്ല, അവർ പുറത്തുള്ള ഒളിവിൽ താമസിക്കുന്ന പോലെ എന്നാണ് ആ ലൈവിൽ പറയുന്നത്. അപ്പോൾ ഇത് എന്തായിരുന്നാലും ഇപ്പോൾ അതെടുത്ത് ആദ്യം ചെയ്ത ആളോട് പറയണം എന്ന് വെച്ചാൽ കേസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനത്തെ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാതിരിക്കണമോ? ഇത് മുന്നോട്ടുള്ള കുട്ടികൾക്കൊരു പ്രചോദനമാവരുത് എന്നുള്ള നിലയ്ക്കാണ് അവർ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും പ്രണയവും വിവാഹവും ഒക്കെ അവരവരുടെ സ്വന്തം താല്പര്യപ്രകാരം നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇങ്ങനൊരു ഇന്റർകാസ്റ്റ് മാരേജ് എന്നുള്ള ഒരു ഘട്ടം എത്തിയപ്പോഴാണ് അത് ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.